നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി സജനി, അതായത് ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്നത്തെ പ്രസംഗത്തിലുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അതൊരു അമിതമായൊരു ആത്മവിശ്വാസമല്ലേ? പ്രത്യേകിച്ചും നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിൽ ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വീണ്ടും BJP സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് അതൊരു തരത്തിൽ ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയല്ലേ? ഒരിക്കലുമല്ല. അതെങ്ങനെയാണ് ഒരു വെല്ലുവിളിയാകുന്നത്? കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ റെസ്പോൺസിലൂടെയാണ് തീർച്ചയായിട്ടും വീണ്ടും മോദി സർക്കാർ മൂന്നാം തവണയും വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അത് BJPക്ക് മാത്രമല്ലല്ലോ, അത് പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും എനിക്ക് താങ്കൾക്കുൾപ്പെടെ അത് ബോധ്യമായിട്ടുള്ള കാര്യമല്ലേ? എന്റെ ബോധ്യം എന്താണെന്ന് ഞാനത് വ്യക്തമാക്കിയിട്ടില്ല. അല്ല, അത് പൊതുസമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഒക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് മൂന്നാം തവണയും മോദി സർക്കാർ വരും. ഇനിയുള്ള കാലങ്ങളിലും ദീർഘകാലം ഭരിക്കാൻ പോകുന്നത് ആരായിരിക്കും എന്നുള്ളത്. കാരണം ഇവിടെ ഭരിക്കുക എന്ന് പറയുന്നത് അത് ജനക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ്. ആ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭരണപദത്തിലേക്ക് വന്ന ആ സർക്കാർ 0 corruption 100% ഗവേണൻസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ സർക്കാർ അതെല്ലാം 100% ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. എല്ലാ സമസ്ത മേഖലയിലും പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ ഇപ്പം നാരി ശക്തിയുടെ ഉത്സവം തന്നെയാണ് യഥാർത്ഥത്തിൽ രാജ്യത്ത് നടക്കുന്നത്. ഒരു കാര്യം പറയാം, ഇത് നമുക്ക് നോക്കിയാൽ കാണാം, തൊഴിൽ രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാം ധാരാളം സ്ത്രീകൾ കടന്നു വരുന്നു. അതായത് സ്ത്രീകൾക്ക് സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ആദരണീയ മോദിജി ഇവിടെ സൃഷ്ടിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ആ രംഗത്ത് ചില വിപ്ലവാത്മകമായ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ പിന്തുടർച്ചയായിട്ടാണ്. അതായത് ഇത് കോംപ്ലിമെന്റിങ് ആണ് ആക്ച്വലി. തൊഴിൽ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത്, അതായത് കുട്ടികൾക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് വലിയ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട്, അതായത് പെൺകുട്ടികളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതായത് ഭ്രൂണഹത്യകൾ എത്രമാത്രം ധാരാളം നടന്നിരുന്ന, വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേദനാകരമായ രീതിയിൽ നടത്തുന്ന ഒരു നാടായിരുന്നു. ഇന്നതൊന്നും കേൾക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ. നോക്കുക, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പുകൾ, മാതൃവന്ദന പദ്ധതി ഉൾപ്പെടെ, അതായത് ഗർഭിണിയായിരിക്കുന്ന അമ്മമാര് അവർക്ക് ആരോഗ്യമുണ്ടാകും, അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാകും. അവിടെ മുതൽ ഈ പെൺകുട്ടികളെ എവിടെയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ബാച്ച് അനുവദിച്ചുകൊണ്ട് അവരെ, അതായത് രാജ്യത്തിന്റെ സുരക്ഷാ രംഗത്തേക്ക്, നമുക്കറിയാം ഇന്ന് ഫൈറ്റർ ജെറ്റുകൾ പോലും പൈലറ്റുമാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി സേനകളിൽ അവിടുത്തെ വലിയ ഓഫീസർമാരായിട്ടെല്ലാം സ്ത്രീകളെ, പെൺകുട്ടികളെ വിന്യസിച്ചിരിക്കുന്നു എന്നത് അതൊരു വിപ്ലവാത്മകമായ ഒരു നാരി ശക്തിയുടെ ഉത്സവം തന്നെയാണ്. പറയേണ്ടതില്ല. ഇപ്പൊ മുത്തലാഖ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബില്ല് അവതരിപ്പിച്ചു. ഇതെല്ലാം നാരി ശക്തിയുടെ വലിയ ഉത്സവമാണ്. നമുക്കറിയാമോ, ഇപ്പൊ മുദ്ര ലോണിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറയുകയുണ്ടായി. ഇവിടെ ഈ പോസ്റ്റ് കോവിഡ്, അതായത് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ പ്രീ കോവിഡ് എന്നും പോസ്റ്റ് കോവിഡ് എന്നും നമുക്ക് തീർച്ചയായിട്ടും തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ പോസ്റ്റ് കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യം ലോകം മുഴുവൻ സാമ്പത്തികമായി താഴേക്ക് പോയപ്പോഴും നമ്മുടെ രാജ്യം സാമ്പത്തികമായി കൂപ്പുകുത്താകുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചത് കൊണ്ടാണ്. അത് അർത്ഥത്തിൽ ഒരു ഇക്കണോമിക് പാക്കേജ് മാത്രമായിരുന്നില്ല, അതൊരു കോൺഫിഡൻസിന്റെ, ആത്മവിശ്വാസത്തെ അതിമനോഹരമായി പൂപ്പാലിക കൂടിയായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ്, അതല്ലെങ്കിൽ ഒരു ആശയം എന്ന് പറയുന്നത് വോക്കൽ ഫോർ ലോക്കൽ, പ്രാദേശിക വികസനം. ആ ആശയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കറിയാമോ, 86,000-ൽ പരം സ്ത്രീകൾ കേരളത്തിൽ ഉദ്യം രജിസ്ട്രേഷൻ വഴി സംരംഭകരായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അതിലൊരു 50-60% സ്ത്രീകൾ വളരെ കാര്യമായിട്ട്, വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ സംരംഭക രംഗത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ അഗ്രസീവായിട്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം, നഞ്ചു വാങ്ങാൻ പണമില്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പട്ടിണി ഇല്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ട് മാത്രമാണ്. ഒന്ന് റേഷൻ, രണ്ട് ഇത്തരം സംരംഭക പദ്ധതികളിലൂടെ ഉയർന്നു വന്ന സ്ത്രീകൾ അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉള്ള, വളരെ ക്ഷേമം നിലനിർത്തിക്കൊള്ള,
മാനുഷിക വശങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഇന്ന് വരെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതായത് സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയം കൂടി അതിനകത്തുണ്ട്. മനുഷ്യരെയും പ്രകൃതിയെയും ജീവജാലങ്ങളെയും സർവ്വചരാചരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനം. ആ വികസനം തന്നെയാണ് നമ്മൾ കണ്ടതാണ്. ആ പാർലമെന്റിലെ പുതിയ പാർലമെന്റിലേക്ക് ധർമ്മദണ്ഡ് പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ആദ്യ ബജറ്റിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചെത്താം. ശ്രീ പോൾ തോമസ്, നമുക്ക് ഈ ബജറ്റിന്റെ ആ ഒരു രാഷ്ട്രീയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു ചില ടൂറിസം രംഗത്തിന് വലിയ ഊന്നൽ നൽകുന്നു. ആത്മീയ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ബജറ്റിൽ ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ലക്ഷദ്വീപ് ടൂറിസത്തിന് നൽകുന്ന പ്രാധാന്യം, അതിൻ്റെ ഒരു അന്തർദേശീയ മാനവും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ബജറ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു ദിശയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഭാവി മുന്നിൽ കണ്ടുള്ള എത്രത്തോളം പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അല്ല, തീർച്ചയായിട്ടും ഭാവി മുൻപിൽ കണ്ടുകൊണ്ട് ശ്രീ പോൾ തോമസ്, ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു